നിമിഷം അല്ലു അർജുന്റെ ഫാൻസ് അസോസിയേഷൻ പ്രതിനിധി കൂടി ചേരുകയാണ്. ശ്രീ ഷാനു ആണ് നമുക്കൊപ്പം ചേരുന്നത്. ഷാനു, അല്ലു അർജുനെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം തെലുങ്ക് സൂപ്പർ സ്റ്റാർ എന്നതിനപ്പുറം ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ് അദ്ദേഹം. കേരളത്തിൽ അദ്ദേഹത്തിന് അത്രത്തോളം ആരാധകർ കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളൊക്കെയും നേരത്തെ കാലങ്ങളിലൊക്കെ അത്രത്തോളം ഹിറ്റായിരുന്നത് കേരളത്തിൽ കൂടിയാണ്. എങ്ങനെ നോക്കിക്കാണുന്നു കോടതിയുടെ ഈ നടപടിയെ? അല്ല, ഇത് അല്ലു അർജുൻ എന്നുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ പാൻ ഇന്ത്യൻ തരംഗമാണ്. ആ പുള്ളിയുടെ പടം ഇപ്പൊ 1000 കോടിക്ക് പുറത്ത് ഇത്രയും ദിവസത്തിനകത്ത് ഇത് കയറിയായിരുന്നു. ഈ കേരളത്തിൽ അത്ര വിജയമായിട്ടില്ലെങ്കിലും തെലുങ്ക് നാട്ടിൽ അത് ഭയങ്കര ആരാധനയാണ്. ഏറ്റവും കൂടുതൽ ഇത്രയും പടം വിജയിക്കാൻ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിൽ ഏറ്റവും ലാസ്റ്റ് അർത്ഥനാരീശ്വരം എന്നുള്ളൊരു വേഷം പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് ഒരുപാട് പേര് തിയേറ്ററിൽ ഇരുന്ന ആരാധന മുഖത്ത് അത് കണ്ട് ഒരുപാട് പേര് ഇങ്ങനെ തുള്ളലും കാര്യങ്ങളൊക്കെ ഒരുപാട് വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം അവര് ഭയങ്കര ഭക്തിയായിട്ടുള്ള ഒരു കാര്യം കൂടാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ അല്ലു അർജുനെ പറയേണ്ട എന്ത് കാര്യമുണ്ടെങ്കിലും അല്ലു അർജുൻ എന്ന് പറയുന്നത് എല്ലാ നടന്മാരെ വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു ഫാൻ എന്നുള്ളതിൽ എനിക്ക് പറയാനുള്ള ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യനാണ് അയാൾ. ഒരു സാധാരണക്കാരാണ്. ഈ പാവപ്പെട്ട ഒരു മനുഷ്യന് ഇങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാര്യം അതായത് ഇദ്ദേഹം സാധാരണപ്പെട്ട ആളല്ല, ഇത്രത്തോളം വലിയ സ്റ്റാർഡം ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ അത്രത്തോളം വലിയ ജനക്കൂട്ടം അദ്ദേഹത്തെ കാണാൻ വേണ്ടി അവിടെ എത്തും. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം, അതിന് വേണ്ട മുൻകൈ എടുക്കേണ്ട ഉത്തരവാദിത്തം അല്ലു അർജുൻ ഉണ്ട് എന്നുള്ളതാണ് മറുവാദം ഉയരുന്നത്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അല്ലു അർജുൻ അവിടെ വന്നു എന്ന് പറയുന്നത്, അല്ലു അർജുൻ അവിടെ വരുമ്പോഴത്തേക്ക് ഇപ്പൊ അല്ലു അർജുൻ അവിടെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓഡിയൻസ് കൂടും. അപ്പൊ അല്ലു അർജുൻ അത് അറിയാതെ വന്നു എന്നാണ് ഇപ്പൊ ഈ പറയുന്ന ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ അയാൾ അവിടെ വരുമ്പോഴത്തേക്ക് ഇപ്പം എത്ര ബോഡി ഗാർഡ് ഉണ്ടോന്നതിന് ശരി തന്നെയാണ്. ഇപ്പം അല്ലു അർജുന് എല്ലാ ഓഡിയൻസിന്റെ ഫ്രണ്ടിലും നിൽക്കുമ്പോൾ ഈ ആരാധന മൂത്ത് ഇപ്പൊ ഞാനായാൽ പോലും ഒന്ന് കയ്യിൽ തൊടാൻ വേണ്ടി ഒന്ന് നമ്മൾ ഒരു ആകാംക്ഷ കാണിക്കും. പക്ഷെ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞത് അല്ലു അർജുന് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന് ആര് സമാധാനം പറയും? ആര് സമാധാനം? പക്ഷെ അല്ലു അർജുന് സിനിമയിലെ 100 പേരെയും 500 പേരെയും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് റിയൽ ലൈഫും ഇത് റിയൽ ലൈഫുമാണ്. അയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ പാവപ്പെട്ട മനുഷ്യന് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൊരു ചോദ്യം എനിക്ക് ആരാധന എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത്. അല്ലു അർജുനെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കേസാണ് മനഃപൂർവ്വം. കാര്യം ഇത്രയും ദിവസത്തിനകത്ത് ഇത്രയും ഭയങ്കരമായിട്ട് ഞാന് സാരി പോലും ഉടുക്കാതെ ഞാൻ ഉടുത്തിട്ട് ഇറങ്ങി എനിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ സാരി ഉടുത്ത കാര്യം ഞാനൊരു ദേവഭക്തനായതുകൊണ്ട് മാത്രമാണ്. കാര്യം അല്ലു അർജുന്റെ ഫാനും അതുപോലെ തന്നെ പുള്ളി അങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ആകാംക്ഷയാണ് കയറിയത്. അപ്പൊ പുള്ളി അത് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് പേര് തിയേറ്ററിലിരുന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഇത് കാണിച്ചു. പക്ഷെ ഇത് പുള്ളിനെ മനഃപൂർവ്വം തകർക്കുന്നതാണ്. പക്ഷെ ഒരിക്കലും തകർക്കാൻ പറ്റത്തില്ല. കാര്യം ജനഹൃദയങ്ങളുടെ മനസ്സിൽ അല്ലു അർജുൻ എന്നുള്ള ഒരു എന്താ പറയാ, അല്ലു അർജുൻ എന്നുള്ള പേര് അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിനെ തളർത്താൻ പറ്റത്തില്ല. കാര്യം അല്ലെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, അല്ലു അർജുൻ ആരെയും വിളിച്ചിട്ടില്ലല്ലോ, അവരെ ഇടിച്ച് കയറിയതല്ലേ, അല്ലെങ്കിൽ അവരെ സേഫ് അവർ നോക്കണ്ടേ? ഇപ്പൊ ഞാനായിരുന്നാലും ശരി തന്നെയാണ്. ഇത്രയും ക്രൗഡ് വരുമ്പോഴത്തേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് ആലോചിക്കണം, പല കാര്യങ്ങളും സംഭവിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്തുകൊണ്ട് അവരത് തീരുമാനിച്ചില്ല? ഇത്രയും ക്രൗഡ് വരുമ്പോൾ നമ്മൾ വീണ് കഴിഞ്ഞാൽ നമുക്ക് അത് മരണം സംഭവിക്കുന്ന അവർ മനസ്സിലാക്കാത്തത്? ഈ അല്ലു അർജുനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇത്രയും ക്രൗഡ് വരുമ്പോൾ ഇത് നേരെ തിരിച്ച് അല്ലു അർജുനാണ് ഇത് സംഭവിച്ചതെങ്കിൽ ആരെങ്കിലും എന്തും പറയാൻ പറ്റുമോ? ഇത് തികച്ചും പൊളിറ്റിക്സ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഷാനു, എന്തായാലും 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തെലങ്കാന ഹൈക്കോടതിയിൽ മറ്റൊരു ഹർജി കൂടി നിലനിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അതുകൂടി പ്രതികൂലമായാൽ ഒരുപക്ഷെ ജയിലിലേക്ക് പോകേണ്ട സാഹചര്യം തന്നെയാണ്. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഞാൻ ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക്, ഞാൻ അല്ലു അർജുൻ ഒരു ഫാൻ എന്നുള്ള നിലയ്ക്ക് നല്ലൊരു പച്ചയായ ഒരു മനുഷ്യനെ ഇങ്ങനെ ഇല്ലാതാക്കിയത് കൊണ്ട് ഞാൻ ഒരു വസ്ത്രം പോലും ഇല്ലാതെ ഞാൻ അവിടെ കിടന്ന് ഞാൻ ആടും. ഞാൻ അവിടെ വന്ന് ഞാൻ നിൽക്കും. അത് എന്റെ ഒരു ഇതാണ്. അല്ലു അർജുൻ എന്നുള്ള മനുഷ്യ സ്നേഹിയാണ് ഞാൻ സ്നേഹിക്കുന്നത്. നമ്മളെ സാമൂഹികമായി അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റല്ലേ ഷാനു? തെറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ അവര് മനസ്സിലാക്കാത്തുണ്ട്, അല്ലെങ്കിൽ ഇത്രയും ക്രൗഡ് വരുമ്പോഴത്തേക്ക് അവർക്ക് അറിയില്ലേ അല്ലു അർജുൻ എന്ന് പറഞ്ഞ ഒരാൾ ഇത്രയും പാൻ ഇന്ത്യൻ തരംഗമായി. അപ്പൊ അയാളെ തകർക്കാനല്ല ഇത് വീണ്ടും കുത്തിക്കൊണ്ട് അത് പോട്ട്. എന്നിട്ട് ആ ഒരു മനുഷ്യൻ ആ ഒരു കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ സഹായിക്കാന്ന് പറഞ്ഞു. ഈ പറയുന്ന ഞാനൊരു സാധാരണക്കാരാണ്. ഞാൻ സമ്പാദിച്ചാൽ പോലും എനിക്കൊരു 10-15 ലക്ഷം രൂപ പോലും എന്റെ കുടുംബത്തിന് എനിക്ക് സമ്പാദിക്കാൻ പറ്റത്തില്ല എന്റെ മരണകാലം വരെ. പുള്ളി അതിനെക്കാട്ടി കൊടുക്കാന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്താണ്, അയാൾ തെറ്റുകാരനല്ല. കാര്യം അയാളിലെ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യസ്നേഹം ഉണ്ട്. അതാണ് അയാൾ കാണിച്ചത്. മനസ്സിലായില്ലേ? പക്ഷെ ഷാനു, ഒരു കാര്യം കൂടി, അതായത് ഇതുപോലെയുള്ള താരങ്ങൾ ഇങ്ങനെ ഒരു പൊതുപരിപാടിക്ക് അല്ലെങ്കിൽ ഒരു പൊതു ഇടത്തേക്ക് എത്തുമ്പോൾ പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങൾ അത് പാലിക്കപ്പെടണം. അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ആണ്. എല്ലാ താരങ്ങളും ഇത് ഓർക്കണം, ഇനി മുതൽ ഇത് പാലിക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വിധിയിലൂടെ. മോഹൻലാല് ഒരു മമ്മൂട്ടി വന്നെന്ന് പറയുന്നത് എത്രയോ ജനങ്ങൾ ഇടിച്ചു കയറുന്നുണ്ട്. അവരെ ഈ മോഹൻലാലും മമ്മൂട്ടിയും വിളിച്ചിട്ടാണ് വരുന്നത്.
അവരെ സേഫ് അവര് നോക്കണ്ട. ഈ അല്ലു അർജുൻ എന്ത് ചെയ്തിട്ടാണ്? അല്ലു അർജുൻ ഇത്രയും പേര് വരാൻ അല്ലു അർജുൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്താ? അതാണ് ഞാൻ പറഞ്ഞത്. സിനിമയിൽ അഭിനയിക്കുന്ന കണക്ക് നമുക്ക് ഇതില് റിയലായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം അയാൾ നമ്മളെ പോലെ ഒരു ചെറിയൊരു മനുഷ്യനാണ്. അയാൾക്ക് 500 പേരെ 1000 പേരെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അതാദ്യം മനസ്സിലാക്കണ്ടേ മാഡം? ആ പാവപ്പെട്ട മനുഷ്യർ എന്തിനിങ്ങനെ ഈ കൊലപാതകം ചെയ്യുന്നത്? എന്തിനു ചെയ്യുന്നത്? ശരി ഷാനു, താങ്കളുടെ വികാരം മനസ്സിലാക്കുന്നു. എന്തായാലും ക്രമസമാധാനം തകർക്കുന്ന തരത്തിൽ ഒരു പ്രതിഷേധങ്ങൾക്കും മുതിരരുത് എന്നുകൂടി ഒരിക്കൽ കൂടി പറയുകയാണ്. വളരെ നന്ദി ഷാനു ഞങ്ങളോടൊപ്പം ചേർന്നതിന്.